സംസ്ഥാനത്തെ എ ക്ലാസ് മണ്ഡലമായി ബി.ജെ.പി. വിലയിരുത്തുന്ന മഞ്ചേശ്വരത്തെ SIR കണക്കുകളിൽ നേതൃത്വത്തിന് ആശങ്കയെന്ന റിപ്പോർട്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന പ്രക്രിയയിൽ ജില്ലാ നേതൃത്വം ജാഗ്രത കാട്ടിയില്ലെന്നും ഇത് മണ്ഡലത്തിലെ വിജയസാധ്യതയെ അട്ടിമറിച്ചുമെന്നുമാണ് പ്രധാന ആരോപണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മഞ്ചേശ്വരം ബി.ജെ.പിയിൽ ആഭ്യന്തര കലകം രൂക്ഷമാകുകയാണ്. മണ്ഡല അവലോകന യോഗത്തിൽ ജില്ലാ അധ്യക്ഷ ML അശ്വനിക്കെതിരെ അസാധാരണമായ വിമർശനങ്ങളാണ് ഉയർന്നത്. അതേസമയം സംഭവം വിവാദമായതോടെ വിശദീകരണവുമായി അശ്വനിയും രംഗത്തെത്തി. വ്യാജ വാർത്തകൾ നൽകി തന്നെയും പാർട്ടിയും അപകീർത്തിപ്പെടുത്താൻ ആസൂത്രിത നീക്കം നടക്കുന്നതായി അശ്വനി പറഞ്ഞു. നടക്കാത്ത മണ്ഡല അവലോകന യോഗത്തിൽ ബി.ജെ.പി. കാസർഗോഡ് ജില്ലാ നേതൃത്വത്തിനും തനിക്കുമെതിരെ രൂക്ഷ വിമർശനം ഉയർന്നുവെന്നാണ് ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയത്. ഇതിനെതിരെ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിനും ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ആൻഡ് ഡിജിറ്റൽ അസോസിയേഷനും പരാതി നൽകുമെന്നും മാനനഷ്ടക്കേസ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുമെന്നും അശ്വനി പ്രതികരിച്ചു. മഞ്ചേശ്വരം പോലൊരു നിർണായക മണ്ഡലത്തിൽ ഓരോ വോട്ടും വിലപ്പെട്ടതാണെന്നിരിക്കെ വോട്ട് ചോർക്കുന്ന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ അശ്വനി പരാജയപ്പെട്ടുവെന്ന് മണ്ഡലം അവലോകന യോഗത്തിൽ വിലയിരുത്തിയിരുന്നതായാണ് വിവരം. മണ്ഡലത്തിൽ പുതിയതായി ചേർത്ത 21,000 വോട്ടുകളിൽ 13,000-ലധികം വോട്ടുകൾ UDF ആണ് ചേർത്തത്. ആദ്യഘട്ടത്തിൽ ബി.ജെ.പിക്ക് ചേർക്കാൻ സാധിച്ചത് 1,000-ൽ താഴെ വോട്ടുകൾ മാത്രമാണ്. പിന്നീട് K. സുരേന്ദ്രൻ നേരിട്ട് മണ്ഡലത്തിലെത്തിയ ശേഷമാണ് ഏകദേശം 4,000 വോട്ടുകളെങ്കിലും ചേർക്കാൻ സാധിച്ചത് എന്ന് ഒരു വിഭാഗം പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി. ജില്ലാ അധ്യക്ഷയുടെ മകന്റെ പേര് പോലും വോട്ടർ പട്ടികയിൽ ചേർക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്ന വെളിപ്പെടുത്തൽ യോഗത്തിൽ വലിയ ചർച്ചയായിരുന്നു. ചുമതലയുണ്ടായിട്ടും മണ്ഡലത്തിലെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ അശ്വനി വേണ്ടത്ര ശ്രദ്ധ നൽകിയില്ലെന്ന് വിമർശകർ ആരോപിച്ചു. മഞ്ചേശ്വരത്ത് UDF അതീവ ജാഗ്രതയോടെ പ്രവർത്തിച്ചപ്പോൾ ബി.ജെ.പി. നേതൃത്വം നിഷ്ക്രിയമായത് തിരിച്ചടിയായെന്നും യോഗം വിലയിരുത്തി. ഈ വാർത്തകളെ തള്ളിയാണ് അശ്വനി രംഗത്തെത്തിയത്. വോട്ട് ചേർക്കൽ പ്രവർത്തനം ഏകോപിപ്പിച്ചില്ല എന്നും മകന്റെ വോട്ട് പോലും ചേർത്തില്ലെന്നുമുള്ള ആരോപണം തികച്ചും ബാലിശ്യമാണ്. വോട്ട് ചേർക്കൽ പ്രവർത്തനത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ജില്ലാ കമ്മിറ്റി എല്ലാ മണ്ഡലം കമ്മിറ്റികൾക്കും ചെയ്തിട്ടുണ്ട്. 2 മാസങ്ങൾക്ക് മുൻപ് മഞ്ചേശ്വരം മണ്ഡലം ഇൻചാർജ് ചുമതല ഒഴിഞ്ഞെന്ന വ്യാജ വാർത്ത നൽകിയ മാധ്യമങ്ങൾ തന്നെയാണ് ഈ വ്യാജ പ്രചാരണത്തിന് പിന്നിലെന്നും അശ്വനി ആരോപിച്ചു. വെറും 845 വോട്ടുകൾക്ക് K. സുരേന്ദ്രൻ പരാജയപ്പെട്ട ചരിത്രമുള്ള മഞ്ചേശ്വരത്ത് ഇത്തവണ വലിയ പ്രതീക്ഷയിലായിരുന്നു ബി.ജെ.പി. കഴിഞ്ഞ വർഷങ്ങളിലെ പോളിംഗ് ശതമാനം പരിശോധിച്ചാൽ മണ്ഡലത്തിലെ രാഷ്ട്രീയ ചലനങ്ങൾ വ്യക്തമാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 77.93, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 72.79, 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 66.91, 2026 എന്നിങ്ങനെയാണ് പോളിംഗ് നില. ഈ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 1,86,476 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇതിൽ സ്ത്രീ വോട്ടർമാരുടെ എണ്ണം 1,01,218, പുരുഷന്മാരെക്കാൾ 85,258 കൂടുതലാണ്. എ ക്ലാസ് മണ്ഡലമായി പരിഗണിക്കപ്പെടുന്ന മഞ്ചേശ്വരത്തെ ഈ വീഴ്ച വരും ദിവസങ്ങളിൽ സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലും വലിയ ചർച്ചയാകും. ജില്ലാ അധ്യക്ഷയ്ക്കെതിരെ ഉയർന്ന ഈ പരസ്യ വിമർശനം കാസർഗോഡ് ബി.ജെ.പിയിലെ ഗ്രൂപ്പ് പോര് കൂടുതൽ ശക്തമാക്കാനാണ് സാധ്യത. വോട്ടർ പട്ടികയിലെ ഈ അലംഭാവം തെരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് പാർട്ടി പ്രവർത്തകർ. എ ക്ലാസ് മണ്ഡലത്തിൽ കനത്ത തോൽവിയുണ്ടായ ബി.ജെ.പിയിൽ ആഭ്യന്തര തർക്കം രൂക്ഷമാകാനും ഇടയുണ്ട്. എന്നാൽ യുദ്ധത്തെ തുടർന്ന് പ്രവാസി വോട്ടർമാർ കൂടുതലായി എത്താത്തതിനാൽ UDFന് പ്രതീക്ഷിച്ച നേട്ടമുണ്ടാവില്ല എന്നാണ് ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. അങ്ങനെയെങ്കിൽ മഞ്ചേശ്വരത്ത് വിജയിച്ചു കയറാൻ സാധിക്കുമെന്നും വിലയിരുത്തുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന നടപടി ബി.ജെ.പി. ഊർജിതമായി നടത്തിയെന്ന് അശ്വനി അവകാശപ്പെട്ടു. തുടക്കത്തിൽ 3,000 വോട്ടും പിന്നീട് 5,000 വോട്ട് വരെയും ബി.ജെ.പി. മഞ്ചേശ്വരത്ത് ചേർത്തിട്ടുണ്ട്. UDF ചേർത്ത വോട്ടുകളിൽ ഭൂരിഭാഗവും കർണാടകയിലെ അതിർത്തി പ്രദേശത്തു നിന്നുള്ളവരുടേതാണ്. വിട്ടല, പുത്തൂർ, കുടക് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് വരെ ആളുകളെ കൊണ്ടുവന്ന് UDF സംഘടിതമായി വോട്ട് ചേർത്തിട്ടുണ്ട്. ഇതിന്റെ വിവരങ്ങൾ തങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും പാർട്ടിക്കുള്ളിൽ വിഭാഗീയതയുണ്ടെന്നത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണെന്നും അശ്വനി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.